14 വർഷം. ഈ ഒരു ദിവസം സ്വപ്നം കണ്ടോണ്ടാ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങിയിരുന്നു. തിരിച്ചിവിടെ വരുമ്പോ എല്ലാവരും ഉണ്ടാവും കരുതിയതാ. പക്ഷേ ഉണ്ട് ചാർലി, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്നും ഇങ്ങനെ പഞ്ചായത്തൊക്കെ ആയിട്ട് നടന്നാ മതിയോ ജോസേ? നോക്കുന്നുണ്ട്. രാഷ്ട്രീയമല്ലേ? നോക്കാം. അല്ല, ഇവിടെ ഇപ്പൊ മാമച്ചനെ ഒതുക്കേണ്ട വരുമല്ലേ? ഓ, അത് ഒതുക്കാൻ മാത്രമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ തേച്ചു മെനിക്ക് നടക്കുന്നേ ഉള്ളൂ. എന്നാ ഓരോന്നും കൂടെ ഒഴിക്കാൻ പാ. വേണ്ട വേണ്ട, സ്റ്റോപ്പ്. ഹലോ, അത് പറ്റില്ല. തലയ്ക്ക് വെളിവും കാലിന് ബലമുള്ള ഒരാള് പോലും ഇവിടെ വിട്ട് പോകാൻ പാടില്ല. കഴിക്കുവാണെ ബോധം പോണവരെ കഴിക്കണം, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഓ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ചാർലി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയോ? കല്യാണം കഴിച്ചൊരു കുടുംബമൊക്കെ ആവണ്ടേ? സത്യം പറഞ്ഞ ഈ വരവിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഒരു നല്ല കുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടെ ജീവിക്കാൻ മറന്നു. അക്കാര്യം ഞങ്ങളേറ്റി. അതെ, നമ്മുടെ പോസ്റ്റ്മാൻ ജോർജിന്റെ ഇടൻ മകളില്ലയോ? അവളെ നമുക്കൊന്ന് ആലോചിച്ചാലോ? അവളല്ലേ സെന്റ് ജോർജ് ബസിലെ കിളിയുടെ കൂടെ ഒളിച്ചോടി പോയത്. അതിന്റെ പിറ്റേ ദിവസം തന്നെ അവള് തിരിച്ചു വന്നില്ലയോ? രാവിലെ മുറ്റടിയും ഞാൻ കണ്ടതാ. എന്നാ കുഴപ്പമുണ്ടാവൂല. ചേച്ചേ, അതൊന്നും ശരിയാവത്തില്ല. നമ്മുടെ വറീദിന്റെ മോളിൽ ആ കുട്ടിയൊന്ന് ആലോചിച്ചാൽ. അത് ശരിയാവത്തില്ല. എന്താ ശരിയാവത്തെ? അതിന് എന്നാ കൂറ അയാളെ കയ്യിലുള്ളേ? അതല്ല, അത് പോട്ടെ, പെണ്ണെങ്ങനെയുണ്ട്? ചരക്ക, പക്ഷെ കിട്ടപ്പോയൊന്നുമില്ല. നല്ല കുട്ടിയാന്നേ. എനിക്ക് വേണ്ടതോ തന്നെ. നിങ്ങളൊന്ന് ആലോചിക്ക്. പെൺകുട്ടി 10 മാറ്റ. അതിന് നീ ഉറച്ചു നോക്കിയുണ്ടോ? സ്വന്തമായിട്ടുള്ളത് ഉറച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും പണയത്തില. എന്താണ് പിന്നൊരു കുറവുള്ള എന്താന്ന് വെച്ചാ മാമച്ചനൊന്ന് പെണ്ണ് കണ്ടതാ. അത് അന്നേ ആ പെണ്ണിന്റെ വീട്ടുകാര് വേണ്ടാന്ന് പറഞ്ഞാന്നേ. പക്ഷെ മാമച്ചൻ ഇപ്പോഴും അവളുടെ പുറകെ തന്നെ. സംഗതി പാൽപ്പായസാണേലും പട്ടി നക്കിയാ പോയില്ലേ? നിങ്ങളും നോക്ക്. മാമച്ചന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ വാ. എവിടെ പോന്നു? ഇരിക്ക്. അല്ല, ഞങ്ങള് പോയിട്ട് ഇതൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. അത് നാളെ എങ്ങനെ സംസാരിക്കാന്ന്? ഇതൊന്നും അങ്ങനെ നാളത്തേക്ക് വെക്കാൻ പറ്റില്ല ചാർലി. നിങ്ങൾ ചെല്ല്. നീ വരുന്നില്ലേ? നിങ്ങൾ പോയി നടത്തിയിട്ട് വാ, ഞാനിതൊന്ന് കടത്താം. നടക്കുവോ? കഴിഞ്ഞില്ലടവേ. ഇപ്പൊ കഴിയും മാമിച്ച. ചേട്ടൻ പതുക്കെ വെട്ടിയാ മതി ചേട്ടാ. പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പോടാ. മാമച്ചോ, എന്നാ ഉണ്ട് വിശേഷം? കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഡൽഹിയിലേക്ക് എങ്ങനെ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ നിന്റെ പാർട്ടിക്കാര് ഡൽഹിയിൽ ക്ലച്ച് പിടിക്കാത്തോണ്ട് അവിടെ എല്ലാവർക്കും നല്ല സുഖമാ. നീ വന്നേ. എന്നാടാ നിനക്കെന്നാടാ ഒരു സന്തോഷമില്ലാതെ? സന്തോഷിക്കുന്നതിന്റെ അപ്പച്ചാത്തൊന്നുമില്ലല്ലോ. ഓ, നിനക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. നീ കെട്ടാൻ നടന്നൊരു പെണ്ണില്ലേ, ഏത് നമ്മുടെ വറീദിന്റെ, അവിടെ കല്യാണം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ഉറപ്പിച്ചു. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. പിന്നെ അവളെ കെട്ടാൻ പോകുന്നതേ നിന്നെ പോലൊരു തൈക്കിളവനല്ല, യൂത്തനാ, യൂത്തൻ. ചാർലി, ഒന്ന് ഇവിടം വരെ വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. മാമച്ചൻ വലിയ ഉള്ളിയാ. ഡൽഹി കണ്ടുപിടിച്ച ആളാ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം നിൽക്കുന്നത്. ഹായ്, ഐ ആം ചാർലി. മാമച്ചൻ, മാമച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ അപ്പം മരിച്ചപ്പോ എന്നെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരാള് മാമച്ചനാ. ഒരുപാട് അന്വേഷിച്ചല്ലേ. മാമച്ചൻ അറിയാലോ എനിക്ക് ഇവിടെ അങ്ങനെ ആരും ഇല്ലെന്ന്. അതുകൊണ്ട് എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് മാമച്ചൻ എനിക്ക് കല്യാണം നടത്തി തന്നെ. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? കാണാം. ഇനിയിപ്പൊ എന്നാടാ ചെയ്യാ? ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം.
അത് തന്നെ ഞാനും ആലോചിക്കുന്നു. ദേ ഇനിയിപ്പോ പന്തലിടണം, ആൾക്കാരെ വിളിക്കണം. ദേ ചാർലിയെല്ലാം മാമച്ചനെ ഏൽപ്പിച്ചേക്കുന്നത്. പോയി വിളിക്കേണ്ടവരെ മാമച്ച പോയി തന്നെ വിളിക്കണം. ചിലർക്ക് ഫോണിൽ വിളിച്ചാൽ ഇഷ്ടപ്പെടില്ലെന്നേ. ഓടാ, അമ്മച്ചി, നിന്റെയൊക്കെ തന്തയ്ക്കാ വിളിക്കേണ്ടത്. നമുക്ക് ഡൽഹി വരെ ഒന്ന് പോയാലോ? നിന്റെ അപ്പനെ കെട്ടിക്കാനോ? എനിക്ക് ഡൽഹി പോകാനുള്ള കൊതികൊണ്ടൊന്നല്ല, അവള് തിരിച്ചുപോയി. അറിഞ്ഞില്ലേ? ആ സോപ്പം തരോ? ഇത് വെച്ചൊരച്ചാ മതി. ചെരുപ്പോ? അതെ, അവിടെ ചെന്ന ചാർലിയെ അവളുടെ അപ്പനെ ഒന്നും പേടിക്കണ്ട. കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യാം. എനിക്ക് തോന്നി നടക്കുന്ന കേസുകളെന്നാ. സാലി ഒന്ന് വിളിക്കണം. ചേട്ടായിയെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിട്ട് ചേട്ടായി ഒന്നും മിണ്ടി പോലുമില്ലല്ലോ. കൊച്ചുറങ്ങിയോടി. ആ ഞാനേ ഒരു കാര്യം പറഞ്ഞ കടിച്ചു കയറാൻ വരുവോ? നീ പറ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ തെക്കേലെ ജിമ്മിച്ചന്റെ കല്യാണ ഉറപ്പിലായിരുന്നു. അവർ ഇന്റർനെറ്റിൽ പരസ്യം കൊടുത്തിട്ടേ 2 ആഴ്ച കൊണ്ട് ആലോചനകൾ എത്രയും വന്നെന്നറിയാവോ? നമുക്കും അതുപോലത്തെ ഒരു പരസ്യം കൊടുത്താലോ? അവൻ എത്ര വയസ്സുണ്ട് ഇപ്പം? 26. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. ചേട്ടാ ഞാൻ ചോദിച്ചതിന് ബാക്കി പറ. എടീ, എനിക്ക് വയസ്സ് 26 നീ പോയിട്ട് എന്റെ 2 ഷർട്ടും മുണ്ടും തേച്ചു വെക്ക്. നാളെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ട് എങ്ങാണ്ടോ പോകാനുള്ള. ഷർട്ടും മുണ്ടും തേക്കാനേ ഒരുത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളോട് പറഞ്ഞാ മതി. ചുമ്മാ അതല്ല, മൂത്തരച്ച് മുതുക്കിനായിട്ട് ഇരിക്കേണ്ടി വന്ന്. മോളിന് ഇനി മാലാക വരും. മാലാകൊന്നും ശരിയാവില്ല. ഇനി വരുവോ? ഹലോ മിസ്റ്റർ മാമച്ചൻ. നീയായിരുന്നോ? ഞാൻ വിചാരിച്ച എന്റെ കട്ടൗട്ടർ ചാരി വെച്ചിരിക്കുവാന്ന്. എന്താ ഈ വേഷത്തില്? അല്ല നമുക്ക് പോട്ടെ. എങ്ങോട്ട്? ഡൽഹിക്ക്. അതിന് നിന്നെ ആരാ വിളിച്ചേ? അല്ല മാമച്ചന് സഹായത്തിന്. അല്ലെങ്കിൽ അവളെ കാണുമ്പോ മാമച്ചൻ പതറിപ്പോ. പതറില്ല. പതറും പതറില്ല. പതറും. പതറില്ല. എന്റെ പൊന്നു മാമച്ച അങ്ങനെ പറയില്ല. അങ്ങനെ പറ. അമ്മയോട് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിയതാ. പെട്ടെന്ന് തിരിച്ചു അമ്മയായിരിക്കും ഡൽഹിയുടെ അടുത്തം കാണാന്ന്. പക്ഷെ എന്റെ ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. അതോർത്ത് മാമച്ചൻ പേടിക്കണ്ട, ഞാനെവിടെയും തൂങ്ങി പിടിച്ചെന്നോളാം. ലെതറിന്റെയാ? ലെതറല്ല, ഖദർ. എന്താണേലും മാമച്ചന്റെ കെട്ടിപ്പിന് ഇതൊക്കെ ഓക്കെയല്ലേ? ഉണ്ടാത്തിറ. ശ്വാസം വിട്. ആ ഗ്ലാസ് വെച്ച് മാറ്റി. ഇനി ഇത് പിടിക്ക്. ഇപ്പൊ ഞാൻ പഴയ ഞാനായില്ലേ? നിന്റെ ഒരു വലിപ്പം വെച്ച് ഇത്ര ആവശ്യമുള്ളൂ. വാ, ആ ബാഗ് എടു. കണി കൊള്ളാം. ദേ വരുന്ന നിങ്ങളുടെ പഴയ ലൈൻ. അപ്പൊ അറിയതിനെ കൊന്നിട്ടെങ്കിലും ഇവരെ കെട്ടേണ്ടതായിരുന്നു. ചുമ്മാ കാര്യമായിട്ട് എങ്ങോട്ടോ യാത്രയാണല്ലോ. ഞങ്ങളൊന്ന് ഡൽഹി. ഇവിടെ വരെ. ഇവിടെ വരെ. എന്നാ ഇങ്ങോട്ട് വന്നിട്ട് ഇത്ര ദിവസമായിട്ട് അമ്മച്ചി ഒന്നും വന്ന് കണ്ടില്ലല്ലോ. അങ്ങേരില്ലാത്ത നേരം നോക്കി ഇറങ്ങണ്ടേ? അതെ അതെ അതെ. മോളി, അന്ന് ഞാൻ പെണ്ണ് കാണാമെന്ന വിവരം അമ്മച്ചിയോട് പറയണ്ട. ഇല്ല, അങ്ങേരുടെ സ്വഭാവം അമ്മച്ചിന് അറിയാലോ. വിഷമം തോന്നരുത് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞില്ല. ഞാൻ അടികൂടിയതൊക്കെ വെറുതെ ആയല്ലേ. പോയേക്കോ. എന്തോ അടിക്കേസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. നിന്റെ പെങ്ങള് ജാൻസി ഞാൻ വേണ്ട. അതേ എത്തി. ഒരു മിനിറ്റ്. നേരെ അങ്ങോട്ട് വരുവാ ചേട്ടാ. 2 ശാസ്ത്രമംഗലം. ബസ്സല്ല, ഓട്ടയാ. മാമച്ച പോകുന്ന വഴി ആ തലസ്ഥാനം ഒന്ന് കാണിച്ചു തരുമോ? ആ സ്ഥാനം റൂമിൽ ചെന്നിട്ട് കാണിച്ചുതരാം. ഇതാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. അതിതായിരുന്നോ? മുന്നേ കണ്ടിട്ടുണ്ടോ? ചുമ്മാ ഇരടാ. അതെ, നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞ് പോയപ്പോഴേ. നീ നിന്നോ, എനിക്ക് പോയിട്ട് എന്തോ ആവശ്യമുണ്ട്. ഇതെന്നെ ശവപ്പറമ്പോ? ഉണ്ടായിരുടാ. ജീവനുണ്ട്, ജീവനുണ്ട്. എത്രയായി? 20. ബാക്കി വെച്ചോ. എന്തോന്നും ബാക്കി? ഇത് 20 അല്ലേ ഉള്ളൂ. ഓ, ഞാൻ വരുന്നതും പ്രമാണിച്ച് വെച്ചായിരിക്കുമല്ലേ? നമ്മൾ തമ്മിൽ ഇതിന്റെ ആവശ്യമുണ്ടോ മാമച്ച? വന്നേ. അണികളെ, ഗോപി ഇല്ലേ അവിടെ? ആളകത്തുണ്ട്. റെസ്റ്റ് എടുത്തോളൂ. നേതാവ് പറഞ്ഞിട്ടില്ലേ, റെസ്റ്റ് എടുത്തോ, കിടന്നോ. വാ ഗോപി. ഗോപി, ഗോപി. ഏത് തെണ്ടിയാണോ? മാമച്ചനോ? നീ ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ആണോ വായന? അയ്യ, വായിക്കാനൊന്നുമല്ല,
ഉറങ്ങുമ്പോ മുഖത്തോട്ട് വെളിച്ചൊടിക്കാതിരിക്കാന്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നല്ല കട്ടിയാ. ആ, അത് നല്ല. ഇതാരാ? ആ ഇത് നമ്മുടെ പുതിയ പയ്യനാ, യൂത്തിന്റെ. ആ മനസ്സിലായി, ജില്ലാ പ്രസിഡന്റ് ടോണി വക്കത്താന. ഹലോ. തണുത്തെന്തെങ്കിലും പറഞ്ഞാലോ? എടാ അവിടെ ഉറങ്ങാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെ 3 സോഡ നാരങ്ങളും കൊണ്ടുവന്നടാ. എന്നാലും എന്റെ മാമച്ച പ്രസിഡന്റ് ആയിട്ട് വെറുതെ ഇരുന്നാ മതി എന്നാ സ്വാമി പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. ഒരു പണിയില്ലെന്നേ. അതൊക്കെ ശരിയാവുന്നേ. ഏതെങ്കിലും ഒരു മുന്നണി ഒന്ന് കേറി കൂടട്ടെ. പണിയൊക്കെ താനേ വരും. താൻ നോയിക്കോ, നാളത്തെ ചർച്ചയിൽ എന്നേലൊക്കെ നടക്കും. ആ നടന്നാ കൊള്ളാം. പിന്നെ നാളെ ഞാൻ ഉണ്ടാവില്ല, താൻ ഒറ്റയ്ക്ക് പോയാൽ മതി. അതെങ്ങനെ ശരിയാവും? ഞാൻ വേറൊരു വഴിക്ക് കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുക. നമ്മുടെ പൂഞ്ഞാറ്റുകാരൻ വഴി UPF ഒരു ശ്രമം. നമ്മക്കിപ്പോ ഇടത് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഏയ്. പിന്നെ താൻ ഉദയഗിരി പഞ്ചായത്തിൽ എന്തോ മഴക്കുഴി പദ്ധതി ഒപ്പിച്ചെടുത്തെന്ന് കേട്ടല്ലോ. എത്രയുടെയാ? പുറത്ത് ആരും അറിഞ്ഞിട്ടില്ലല്ലേ? ഓ അതിന് മാത്രമൊന്നും ഇല്ലെന്നേ. എന്നാലും എത്ര ഉണ്ട്? ഒരു 65 ലക്ഷം രൂപ. എന്നിട്ട് കുഴികുത്തി തുടങ്ങിയോ? മഴയില്ലാതെ കുഴിയോടെ കുത്താനാ. ആ എന്നാ പിന്നെ ആദ്യം മഴ പെയ്ക്കാനുള്ള ഒരു പദ്ധതി തുടങ്ങ്. അത് കൊള്ളാലോ, നോക്കാം. ആ പിന്നെ വീതം വെക്കുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ. എന്നാ ഞാൻ ഇറങ്ങിക്കോ. ആ അല്ലെങ്കിലും പണ്ട് മൂലം ഇങ്ങനെ പൈസയുടെ കാര്യം പറയുമ്പോ നിനക്ക് ചെവി കേട്ടൂടാ. കമ്പിളിപ്പൊതപ്പ്. ഹലോ. ആ സ്വാമി, എനിക്ക് എന്തെങ്കിലും ഒരു പണിതാ സ്വാമി. ഇവിടെ വെറുതെ ഇരുന്ന് വേറെ ഇറങ്ങിയെന്നേ. ലേറ്റ് ആയില്ലോ? എന്തോ മഴക്കുഴിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ മഴ പെയ്തിട്ട് മൊത്തം കുഴിയായിട്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു ഉള്ളൂ. ആ ഒന്നും അല്ല, എന്തോ ചെക്കിലി കിടന്ന കേസാ. അല്ല എന്നോട് പുറത്തു വെക്കാൻ പറഞ്ഞേ. അത്രയും മനസ്സിലായില്ലേ? ധാരാളം. ഹലോ ടോണി വക്കത്താനം. ഇങ്ങനെ വെറുതെ നടന്നാ പോരാ, നമ്മുടെ യൂത്ത് വിങ് ഒന്ന് ഉഷാറാക്കണം. ചെല്ല്. അയ്യടാ മാമച്ച, ആ. ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് മാമച്ച. 7ാം ക്ലാസ്സിൽ തോറ്റ പിന്നെ ആദ്യമായിട്ട് ഒരാൾ എന്റെ യഥാർത്ഥ പേര് വിളിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനൊരു പേര് എനിക്കുണ്ടെന്ന് എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു. എന്തായാലും സന്തോഷായി. എന്നാ പെട്ടി പിടിച്ചോളൂ. വരൂ. അപ്പൊ നാരങ്ങാളോ? വെറും വാഗ്ദാനം കിട്ടുകയല്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ഫോൺ വെക്ക്. സഖാവത്തി നമസ്കാരം. ആ താൻ വന്നിട്ട് കുറെ നേരമായോ? ഞാൻ 11 മണിക്ക് എത്തി. വാ, 11 മണിക്ക് എത്താമെന്ന് തന്നെ ഞാൻ കരുതിയത്. പക്ഷേ അതിനിടയ്ക്ക് ആ പിള്ള കയറി അങ്ങോട്ടേക്ക്. പുതിയതായി ആരെയും മുന്നണിയിലെടുക്കേണ്ടത് പിള്ള. കൂടെ കൂടാൻ കുറെ ഈർക്കിളി നേതാക്കന്മാരും. അവസാനം എടുത്ത് വെളി തള്ളുന്ന് പറഞ്ഞപ്പോ ഒക്കെ അങ്ങ് അടങ്ങി. വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ കുറെ നേതാക്കന്മാരും. അല്ല, നമ്മുടെ കാര്യം ആ തന്റെ കാര്യം ഞാനെടുത്ത് ചർച്ചയ്ക്ക് വെച്ചതും തുടങ്ങിയെല്ലാം കുറെ. VKPക്കായിരുന്നു ഏറ്റവും വലിയ കുഴപ്പം. തനിക്ക് അറിയാവുന്നല്ലേ. ഏതായാലും കാര്യങ്ങൾ നന്നായി തന്നെ അവസാനിച്ചു. അടുത്ത മുന്നണി യോഗത്തിൽ താനും ഉണ്ടാകും. തന്റെ പാർട്ടിക്ക് നേതാക്കന്മാര് മാത്രമുള്ളതെന്ന് എനിക്കറിയാം. തന്നോടുള്ള ബന്ധം കൊണ്ട് മാത്രം ഇതൊക്കെ. അന്ന് വീരൻ ഞങ്ങളുടെ മുന്നണി വിട്ടു പോയപ്പോ താടി തോമസിനെയും തെയ്യനെയും അവിടുന്ന് ഇളക്കി ഞങ്ങളുടെ കൂടെ നിർത്തിയത് താനാ. അന്ന് താനാ കളി കളിച്ചില്ലായിരുന്നെങ്കിൽ വീണേനെ എല്ലാം കൂടി മൂക്കും കുത്തി. അതൊക്കെ മറക്കാൻ പറ്റുള്ളൂ. അതെ, സീറ്റിന്റെ കാര്യമൊക്കെ ഒരെണ്ണത്തിന് സാധ്യതയുണ്ട്, ചിലപ്പോ അതില്ലെന്നും വരും. സീറ്റിന് വേണ്ടി ഏതൊക്കെ നാറികൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം. എലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി എല്ലാ ഒലപ്പാമ്പുകളും തലപോക്കാൻ തുടങ്ങും. താനിവിടെ വൈകിട്ടുണ്ടാവൂലോ, കാണാം. അല്ല, ഡൽഹി വരെ ഒന്ന് പോണം. ഓ, ശർമാജിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. സീറ്റിന്റെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാകും. ഞാൻ വിളിക്കാം. ലാൽ സലാം സഖാവേ. സത്യം. ഡൽഹി ആകെ മാറിപ്പോയല്ലോ. അതിന് നീ ഡൽഹി ഉണ്ടോ? എങ്ങനെ? ന്യൂഡൽഹി സിനിമയില് തലസ്ഥാനം ഒന്നുകൂടെ കാണണോ? ഏയ്, ആ സ്ഥാനം എനിക്ക് കാണണ്ട. ശർമാജിയുടെ അടുത്ത് ചെല്ലുമ്പം കുറച്ച് ഭവ്യതയോടെ വിനയത്തോടെ ഇരിക്കണം. മനസ്സിലായോ? ഇവന്മാർക്ക് ഇതെല്ലാം വെട്ടി റബ്ബർ വെക്കാൻ മേലായിരുന്നു. ഇവിടെ റബ്ബർ പിടിക്കുകയില്ല, അതുകൊണ്ടാ. നോക്ക്, ആ ഇതാണല്ലേ ചൈന ഗേറ്റ്. ഇന്ത്യ ഗേറ്റ്. ഗേറ്റ് ഇല്ലാണ്ട് മതിലൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടായിരിക്കോ? പറഞ്ഞ മാതിരി മതിലില്ലല്ലോ. ആ കേട്ടോ. അതെ, ഒന്നുമില്ല. നമസ്കാരം സ്വാമി.
യാത്രയൊക്കെ സുഖമായിരുന്നു. സുഖമായിരുന്നു. ഇത് സ്വാമി ശർമാജിയുടെ പേഴ്സണൽ സെക്രട്ടറി. നമസ്കാരം. ആ നമുക്കിപ്പോ പുറപ്പെട്ട ശർമാജിയെ കാണാം. ആ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആയിക്കോട്ടെ. വാ. വാ. പ്രണാം ശർമാജി. अरे मामचंद आओ भाई आओ। मुझे आशीर्वाद तुम्हारा ही इंतजार था। अरे कैसे हो? मैं ठीक हूँ. ये कौन है? ये हमारा स्टेट प्रेसिडेंट टोनी वकतान है. अच्छा स्टेट प्रेसिडेंट। आओ ठीक है ठीक है। अच्छा बैठ जाओ बैठ जाओ। शर्मा जी मैं। अच्छा अच्छा ठीक है ठीक है. तो केरल के असेंबली में भी हम हमारा प्रेजेंस बताने जा रहे हैं। बहुत अच्छा क्या मामचंद। शुक्रिया. कॉमरेड मुरली जी ने सब कुछ करके दिया. अच्छा शर्मा जी को पास प्रणाम बोला है. अरे वाह रे वाह रे वाह। देखो मामचंद पार्लियामेंट के लिए बहुत से योजनाएं हैं मेरे पास, लेकिन अभी क्या है कि मुझे होम मिनिस्टर के साथ एक अपॉइंटमेंट है। तुम ऐसा करो कि शाम को मुझसे मिलना, डिटेल्स बता दूंगा। शाम को मिलेंगे ना? मिला. धन्यवाद. ഒരു ഹിന്ദി സിനിമ കഴിഞ്ഞ പോലുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? നിങ്ങൾ ആള് കൊള്ളാട്ടോ. നാട്ടുകാർ നാറുകള് ഇത് വല്ല അറിയുന്നുണ്ടോ? അല്ല മാമച്ച, തിരുവനന്തപുരത്ത് വെച്ച് നിങ്ങൾ പറഞ്ഞു ഞാൻ ജില്ലാ പ്രസിഡന്റ് ആണ്. ഇവിടെ വന്നപ്പോ പറഞ്ഞു ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ്. ഇപ്പൊ നാളെ അമേരിക്ക പോകുമ്പോ നിങ്ങൾ എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുമോ? അതാണ് ഖദറിന്റെ ഗുണം. സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല. പോരൂ.